അത് നമ്മൾ ക്ഷമയോടെ കൈനീട്ടി സ്വീകരിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്കു വഴികൾ തേടാൻ പാടില്ല. കാരണം ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാത്തതുകൊണ്ടോ അത് പഠിപ്പിക്കാത്തത് കൊണ്ടോ അവരുടെ ജഡം പറയുന്നത് നിനക്കത് വേണ്ട, നീ എങ്ങനെയും രക്ഷപ്പെട്ടുകൊള്ളുക. 2 കൊരിന്ത്യർ 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം വടിയാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാൽ ഉള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. 32 മുതൽ വായിക്കാം. 32 മുതൽ. ദമസ്കോസിലെ അരേദ രാജാവിൻ്റെ നാടുവാഴി എന്നെ പിടിക്കുവാൻ ഇച്ഛിച്ചു. ദമസ്കോസ് പട്ടണത്തിൽ വെച്ച് കാത്തു. എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി. ഇതൊക്കെ ക്രിസ്തു ശിഷ്യനായ പൗലോസിൻ്റെ അനുഭവമായിരുന്നു. അതുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കഷ്ടത എന്ത് കഷ്ടതയാണ്? നമ്മളിൽ പലരും പറയുന്നത് എന്താ വിശ്വാസ ജീവിതത്തിലുള്ള പരിശോധന, എന്താ ബുദ്ധിമുട്ട്, എന്താ പ്രയാസം. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും വലുതായിട്ട് കൊണ്ടു കിടക്കുന്നത്. പക്ഷേ പൗലോസിൻ്റെ അനുഭവവുമായിട്ട് ഈ കഷ്ടതയുമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ നമുക്ക് കഷ്ടതയേ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. സ്തോത്രം. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനെ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും യാദൃശ്ചികമല്ല. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഇതാണ്: ദിവ്യ സ്വഭാവത്തിന് നാം ഉടമകളായിട്ട് മാറണം. നമ്മുടെ പ്രാകൃത സ്വഭാവം മാറണം. ഗുരുവിൻ്റെ അതേ സ്വഭാവം നമുക്കും ഉള്ളവരായിട്ട് മാറണം. എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ചനാഥനേ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ചനാഥനേ, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേരുത്തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേരുത്തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുവൻ ഈശ്വരിൽ എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും
കുരിശിന്റെ പാതയിൽ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. റോമാലേഖനം 8:28. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്താൽ നിയന്ത്രിതമാണ്. ദൈവം അറിഞ്ഞിട്ടല്ലാതെ ഒരു ക്രിസ്തു ശിഷ്യനിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിലെ ഒരു നാര് പോലും കൊഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. സകലവും നന്മയ്ക്കായിട്ടാണ്. ആർക്ക്? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം. ആരാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം പാലിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ക്രിസ്തു അറിഞ്ഞിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. കാരണം കൊളോസ്യ ലേഖനം 1 പറയുന്നത്, പുത്രൻ്റെ രാജ്യത്തിലായി ഇപ്പോൾ നിങ്ങൾ. മുമ്പ് നിങ്ങൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ പുത്രൻ്റെ രാജ്യത്തിലായി. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അന്ധകാരത്തിൻ്റെ രാജ്യത്തിലായിരുന്നു. വചനം പറയുന്നത് സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. ആ ദുഷ്ടൻ്റെ അധീനതയിലുള്ള രാജ്യത്തിൽ ഭരണാധിപനും ദുഷ്ടൻ തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള ഈ ദുഷ്ടൻ്റെ രാജ്യത്തിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്വന്തം രാജ്യത്തിലാക്കി. ഈ രാജ്യത്തിലെ പ്രജകളായ നമ്മളുടെ ഭരണാധികാരി യേശുവാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അകത്ത് വന്ന ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ യാദൃച്ഛികമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഭരണാധിപൻ യേശുവാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം നമ്മോട് പറയുന്നത്, നാം ഇപ്പോൾ ദൈവശക്തിയിലാണ് കാത്തു സൂക്ഷിക്കപ്പെടുന്നത്. ഈ ലോകത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് സംരക്ഷണം കൊടുക്കുവാനായിട്ട് ഒരു സംരക്ഷണ വൃന്ദം, അംഗരക്ഷകന്മാർ അവരുടെ ചുറ്റുമുണ്ടായിരിക്കും. കാരണം അവർ ഒറ്റയ്ക്ക് നടന്നാൽ എന്തെങ്കിലും അപകടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അംഗരക്ഷകന്മാരെ കൊണ്ട് നടക്കുന്നത്. എന്നാൽ എത്ര അംഗരക്ഷകന്മാരുണ്ടായാലും ഒരു പ്രസിഡന്റിനും സുരക്ഷ അവകാശപ്പെടാൻ പറ്റില്ല. എത്ര വലിയ സംരക്ഷണം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലും അപകടം വരാം. ബോംബേറിന് എപ്പോഴും അത് സംഭവിക്കാം, സാധ്യതയുണ്ട്. എന്നാൽ ദൈവമക്കളായ നാം, ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നാം നടന്നു പോകുമ്പോൾ നമുക്കാരും അംഗരക്ഷകന്മാരില്ല. നമ്മൾ ബസ്സിൽ കയറുന്നു, രാത്രി നടക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. എന്തെല്ലാം അപകടങ്ങൾ വരാം. ശത്രുക്കൾ ആക്രമിക്കാം, ഇനി മൃഗങ്ങൾ ആക്രമിക്കാം, പാമ്പ് കടിക്കാം, റോഡിൽ അപകടം സംഭവിക്കാം. പക്ഷേ നമുക്കൊരു അംഗരക്ഷകനും കൂടെ ഇല്ല എങ്കിലും ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ നടക്കുമ്പോൾ ടോർച്ച് പോലും ഉണ്ടായിരിക്കണം എന്നില്ല. ടോർച്ച് എടുക്കണം കേട്ടോ, അത് ഒഴിവാക്കണ്ട. ഓക്കെ, ചിലപ്പോൾ ടോർച്ച് ഇല്ലാതെ നമുക്ക് നടക്കേണ്ട സാഹചര്യങ്ങൾ വരാം. അപ്പോഴും നമുക്ക് ഒരു സംരക്ഷണമുണ്ട്. കാരണം നാം ദൈവശക്തിയിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ശാരീരികമായ ബലത്താലല്ല, ഈ ലോക ഗവൺമെൻറ് തരുന്ന സംരക്ഷണത്താലല്ല നാം നിലനിൽക്കുന്നത്, ദൈവശക്തിയാലാണ്. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. വേണമെങ്കിൽ ഇതിൽ 1 പത്രോസ് 1:4 അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. ദൈവശക്തിയാലാണ് നാം കാക്കപ്പെടുന്നത്. ഈ ഭൂമിയിൽ നാം എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ദൈവത്തിന് കൃത്യമായ കണക്കുണ്ട് നാം എത്ര കാലം ജീവിക്കും എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ സമയം വരെ നാം ജീവിക്കും. അതിനിടയിൽ ഒരു അപകടം വരികയില്ല. അതിനിടയിൽ നമുക്ക് പെട്ടെന്ന് മരണം വരികയില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ അപകടത്തിൽ മരിക്കില്ല എന്നല്ല, രോഗത്തിൽ നമ്മൾ മരിക്കില്ല എന്നല്ല. പക്ഷേ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ആയുസ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു അപകടവും നമ്മുടെ ജീവനെ കവർന്നെടുക്കുകയില്ല. എന്നാൽ ആ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകണമെങ്കിൽ എന്തു വേണം? നമ്മൾ ദൈവത്തെ അനുസരിച്ച് ശിഷ്യത്വത്തിൽ തന്നെ നിൽക്കണം. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും വിശ്വാസിയോ ഏതെങ്കിലും ദൈവദാസനോ അപകടത്തിൽ മരിച്ചാൽ അവരൊക്കെയും ഇടയ്ക്ക് ദൈവത്തെ അനുസരിക്കാത്തവരായതുകൊണ്ടാണ് എന്ന് നമ്മൾ ഒരിക്കലും വിധി എഴുതരുത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരുവൻ്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ദൈവം അവനെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ പല മാധ്യമങ്ങൾ സ്വീകരിച്ചു എന്ന് വരാം. അതിൻ്റെ കാര്യമൊന്നും നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കൈകളിലാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഓരോ ദിവസവും നാം ജീവിക്കുന്നത് സ്വന്തം ശക്തിയാലല്ല, ദൈവശക്തിയാലാണ്. ഇതുവരെയും ദൈവശക്തിയാലാണ് നാം കാത്തു സൂക്ഷിക്കപ്പെട്ടത്. അതിന് കാരണം ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്നാണ് യെശയ്യാ പ്രവചന പുസ്തകം നമ്മോട് പറയുന്നത്. ഓരോ ക്രിസ്തു ശിഷ്യനെയും കർത്താവ്
തൻ്റെ ഉള്ളം കരത്തിൽ താങ്ങിയിരിക്കുകയാണ്. പിന്നെ എന്ത് ദോഷം നമുക്ക് സംഭവിക്കും? അവിടെ ഒരു ഉറപ്പുണ്ടായിരിക്കണം. എനിക്കിവിടെ വലിയ സംരക്ഷണമോ ഞാൻ താമസിക്കുന്ന വീട് വലിയ അടച്ചുറപ്പുള്ള വലിയ ഭദ്രമായൊരു വീടല്ലായിരിക്കാം. പക്ഷേ ഏത് നിസ്സാരമായ സ്ഥലത്തായാലും, തെരുവിലായാലും, ചെറിയ വീട്ടിലായാലും, എവിടെയായാലും ഞാൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നത് ദൈവശക്തിയാലാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് ദോഷം ചെയ്യാൻ സാധിക്കുമോ? ഒരു ക്രിസ്തു ശിഷ്യനെതിരായിട്ട് ആർക്കെങ്കിലും ദോഷം ചെയ്യാൻ സാധിക്കുമോ? സാധാരണ പലരും പറയും, ലോകത്തിലെ മനുഷ്യർ പറയും അയൽപ്പക്കക്കാരാണ് ശത്രുക്കൾ. ചിലർ പറയും ഞങ്ങളുടെ സ്വന്തം ബന്ധുക്കൾ തന്നെയാണ് ഞങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നത്. ഇനി ചിലർ പറയും എന്തിനാണ് ഈ സ്വന്തം ഭാര്യയും മക്കൾ തന്നെയാണ് എൻ്റെ ദോഷത്തിന് കാരണം. കാരണം ഇവരൊക്കെ എനിക്ക് ദോഷമല്ലാതെ മറ്റൊന്നും നിരൂപിക്കുന്നില്ല. ഇവരുടെയൊക്കെ ആഗ്രഹം ഞാൻ നശിച്ചു കാണാൻ വേണ്ടിയാണ്. അപ്പോൾ സംശയമാണ്, അയൽപ്പക്കാർ എന്താ എന്നെക്കുറിച്ച് പറയുന്നത്? ബന്ധുക്കൾ എന്താ എന്നെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായിട്ടും ദോഷമായിരിക്കും, നല്ലതൊന്നും അവർ പറയില്ലല്ലോ. ഇങ്ങനെ പലരും ചിന്തിക്കുന്ന അവസ്ഥയുണ്ട്. ചിലർ പറയുന്നത് ഞാനിപ്പോൾ ഈ തകർച്ചയിലെത്തിയത് അവരുടെ ദോഷം നിമിത്തമാണ്. അപ്പോൾ ലോകത്തിലെ മനുഷ്യർ എന്ത് ചെയ്യും? ദോഷം മാറണം. ദോഷം മാറാൻ അവർ എന്ത് ചെയ്യും? മന്ത്രവാദിയുടെ അടുത്ത് പോകും. കാരണം അപ്പോൾ മന്ത്രവാദി പറയും ദേ അവർ ചെയ്തതാണ്, ഇവർ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു പതിപ്പ് ഇന്ന് ക്രിസ്തീയ ലോകത്തിലും കടന്നുകൊണ്ടിരിക്കുക. കഷ്ടതയും പ്രയാസമൊക്കെ വരുമ്പോൾ ചിലർ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ചിലർ പ്രവാചകന്മാരെന്ന് പറയുന്നതിൻ്റെ അടുത്തേക്ക് പോകും. ഭയങ്കര ദോഷം കൊണ്ട് പൊറുതിമുട്ടി. ശരി, ദോഷം കൊണ്ട് പൊറുതിമുട്ടില്ലേ പിന്നെ? കാരണം നിങ്ങൾക്കെതിരെ എത്ര പോരാ വരുന്നത്? അമ്പലത്തിൽ നിന്നുള്ള എതിർപ്പ്, പള്ളിയിൽ നിന്നുള്ള പൈശാചിക പോരാട്ടം, പോരാതെ അറബിക്കൊട്ട് പോലും ഉണ്ട്. ഇവരകത്ത് അളർന്നു. ഇനി എന്തു ചെയ്യും? പ്രിയമുള്ളവർ, ഈ രീതിയിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നാം ദൈവശക്തിയിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നവരാണ്. ഇനി ഒരു അറബിക്കൊട്ടും നമ്മളൊന്നും ചെയ്യുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം പറയുന്നുവല്ലോ. സകലവും എന്ന് പറഞ്ഞാൽ അത് നഷ്ടം വന്നു. ബസ്സിൽ പോകുമ്പോൾ പോക്കറ്റ് അടിച്ച് കാശ് പോയി, അത് നന്മയ്ക്കാം. നമ്മൾ ആത്മാർത്ഥമായി അധ്വാനിച്ചത് മറ്റു ചിലർ അവകാശമാക്കി, അതും നന്മയ്ക്കാം. ഇനി ചിലർ നമുക്ക് പ്രോത്സാഹന വാക്കുകൾ തന്ന് നമ്മളെ ഉത്തേജിപ്പിച്ചു. ചിലർ ചില കൂരമ്പുകൾ നമ്മുടെ നേരെ ഇത് സംസാരത്തിലൂടെ നമ്മുടെ മനസ്സ് തളർത്തി, എല്ലാം നന്മയ്ക്കായിട്ടാണ്. ചിലർ നമുക്ക് വല്ലാതെ അപമാനം വരുത്തുന്ന വാക്കുകൾ പ്രചരിപ്പിച്ച് നമ്മുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി, അതും നന്മയ്ക്കാണ്. നമുക്കെതിരായിട്ട് നോട്ടീസിലൂടെ അപവാദങ്ങൾ പ്രചരണം നടത്തി, ഒക്കെ നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ഇത് എപ്പോഴാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്? ആരും എനിക്കെതിരെ ദോഷം ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ. 1 പത്രോസ് 3:13 വായിക്കാം. ദൈവമക്കൾക്ക് എല്ലാം നന്മയ്ക്കായിട്ടാണ് പരിണമിപ്പിക്കുന്നത് അഥവാ വ്യാപരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കെതിരെ ദോഷം ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല. അതാണ് 1 പത്രോസ് 3:13 പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ. അതൊരു വെല്ലുവിളിയാണ്. നാം നന്മ ചെയ്യുന്നുവെങ്കിൽ, വചനം പാലിക്കുന്നുവെങ്കിൽ, ദൈവത്തെ മാത്രം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിൻ്റെ വഞ്ചനയിലോ തട്ടിപ്പിലോ വെട്ടിപ്പിലോ ഒന്നും പങ്കാളിയാകാതെ ശുദ്ധമായൊരു കൈകൾ നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ആരാണ് ദോഷം ചെയ്യുക? ഏത് പിശാചിന് സാധിക്കും? ഏത് അയൽപ്പക്കക്കാർക്ക് സാധിക്കും? ഏത് ബന്ധുക്കൾക്ക് സാധിക്കും? സാധിക്കുകയില്ല. കാരണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് ദോഷം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിരുന്നിട്ടില്ല. അതല്ല എങ്കിൽ നമുക്ക് വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കിട്ടിയിട്ടില്ല. നാം യഥാർത്ഥ ഉപദേശം കേട്ടിട്ടില്ല. നാം പ്രസംഗകരാൽ തന്നെ നമ്മൾ വഞ്ചിക്കപ്പെട്ടവരായിട്ട് മാറിയുണ്ടാകും. ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കം വരാം. ഒരു വിശ്വാസിക്ക്, ക്രിസ്തു ശിഷ്യനെ പട്ടിണി എടുക്കേണ്ടി വരാം. അപ്പോസ്തലനായ പൗലോസിന് ഇതൊക്കെയും വന്നിട്ടുണ്ട്. രാത്രി കടലിൽ ഒഴുകി നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പലകയുടെ പുറത്തായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രവാചകൻ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ കടലിൽ ഒഴുകി നടക്കുമ്പോൾ അത് കണ്ടാൽ ഒരു പക്ഷേ ഇന്നത്തെ പ്രവാചകൻ പറയും, നീ വലിയ ബന്ധനത്തിലാണ്, നീ വല്ലാത്ത ബന്ധനത്തിലാണ് കിടക്കുന്നത്, നിനക്കൊരു വിടുതൽ ഞാൻ വേണമെങ്കിൽ തരാം, അതിൻ്റെ മാർഗ്ഗം എൻ്റെ പക്കലുണ്ട്. ഇന്ന് പലരും വിശ്വാസത്തിലേക്ക് വന്ന് ചില സാമ്പത്തിക പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് പ്രവാചകൻ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ബന്ധനത്തിലാണ് കേട്ടോ, ഇത്ര ദിവസം ഉപസിച്ചാൽ മതി. അപ്പോൾ അവർ പലരും അംഗീകരിക്കുകയാണ്. കാരണം
അവർക്ക് ഏതെങ്കിലും രീതിയിൽ വിടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹം. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കരുത്തിലാണെന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണെന്നും എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം ചെയ്യുന്നതെന്നും ഈ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ട് പിന്നെ വചനമല്ല ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പോൾ ബന്ധനത്തിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും രീതിയിൽ വിടുതൽ കിട്ടണം. അതുകൊണ്ട് പ്രവാചക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം എനിക്ക് വിടുതൽ കിട്ടണമല്ലോ. അങ്ങ് എന്താ പറയുന്നത്? അപ്പോൾ പിന്നെ അവന് വചനമൊന്നും പിന്നെ ബാധകമല്ല. ഏതെങ്കിലും രീതിയിൽ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടണം. അങ്ങനെയുള്ള നെട്ടോട്ടം ആണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്മുർണ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. വെളിപാട് 2:8 മുതലുള്ള വാക്യങ്ങൾ. സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഇവിടെ ഈ സഭയിലെ വിശ്വാസികളോട് ദൈവാത്മാവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. ഒരു ക്രിസ്തു ശിഷ്യൻ കഷ്ടതയിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് അറിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രയാസം ദൈവം അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. പിന്നെ എന്തിനാണ് ഈ കഷ്ടതയും ദാരിദ്ര്യവും? താഴെ പറയുന്നുണ്ട്, നീ ധനവാനാകുന്നു താനും. ഏതർത്ഥത്തിലാണ് ധനവാൻ? അവൻ സ്വർഗീയ നിക്ഷേപത്തിൻ്റെ അവകാശിയാണ്. ഈ ഭൂമിയിൽ ക്രിസ്തു ശിഷ്യന് കഷ്ടതയുണ്ട്, ദാരിദ്ര്യമുണ്ട്. പക്ഷേ അവൻ ആത്മീയമായി മഹാസമ്പന്നനാണ്. ഈ സ്വർഗീയ പിതാവിൻ്റെ നിക്ഷേപത്തിൻ്റെ അവകാശിയാണ് ഇവൻ. വാട്ടവും മാലിന്യവും ഇല്ലാത്ത സ്വർഗത്തിലെ സ്ഥിരമായ നിക്ഷേപത്തിൻ്റെ അവകാശി ഇവനാണ്. അതുകൊണ്ടാണ് എബ്രായ വിശ്വാസികൾ അവരുടെ ഭൗതികമായ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് കരുതി അവരുടെ വസ്തുക്കളുടെ അപഹാരം പോലും സന്തോഷത്തോടെ സഹിച്ചു. അതുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യന് സമ്പത്ത് കുറഞ്ഞാൽ അവനൊരിക്കലും ലോകത്തിലെ മറ്റു മനുഷ്യർക്ക് സമ്പത്ത് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഖേദം ഉണ്ടാകരുത്. കാരണം ഇവൻ ധനവാനാണ്. അവൻ കഷ്ടത്തിലൂടെ പോകുന്നുണ്ടാകാം, അവൻ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, അവൻ്റെ വീട് ചെറിയതായിരിക്കാം, അവൻ വാടകയ്ക്കായിരിക്കാം താമസിക്കുന്നത്, അവന് ഉന്നത വിദ്യാഭ്യാസമോ സമൂഹത്തിൽ പേരോ സ്ഥാനമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ അവൻ ധനവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ധനവാനാണ്, നീ ധനവാനാണ്. അതുകൊണ്ട് ദൈവം നമ്മെ നോക്കി നീ ധനവാനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ദരിദ്രനാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? പലരുടെയും മനോഭാവം ഞാൻ ദരിദ്രനാണ്, ഞാൻ ദരിദ്രനാണ്. അല്ല, ദൈവം പറയാണ് നീ ധനവാനാണ്. ഒരിക്കലും ഒരു ദരിദ്രൻ്റെ മനോഭാവത്തോടെ ജീവിക്കരുത്. ഈ ലോകത്തിൽ ദാരിദ്ര്യം വരും, അത് ക്രിസ്തു ശിഷ്യന് ഉണ്ട്, അത് അവൻ്റെ നല്ലതാണ്. എന്തിനാണ് താഴെ പറയുന്നത്? ഓക്കെ. പിന്നെ ഇവിടെ തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഈ സ്മുർണാസഭയിലെ വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ യഹൂദന്മാർ അല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് പറയുന്നവർ, സാത്താൻ്റെ പള്ളിക്കാർ, ഇവരെക്കുറിച്ച് ദൂഷണം പറയാൻ തുടങ്ങി. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ അല്ലാത്തവർ തന്നെ നമുക്കെതിരെ ദൂഷണം പറഞ്ഞു എന്ന് വരും. അപ്പോൾ അതിൽ പരിഭ്രമിക്കാതെ ദൈവം അറിയുന്നുണ്ട്. ഒരു കത്തോലിക്ക സമൂഹത്തിലും മറ്റേതെങ്കിലും പാരമ്പര്യ സ്വഭാവത്തിൽപ്പെട്ട ഒരുവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ ആ പഴയ സമൂഹം അവനെ ദൂഷണം പറയാൻ സാധ്യതയുണ്ട്. കാശ് കൊടുത്തിട്ടാണ് പെന്തക്കോസിൽ പോയത്. കുറച്ച് കാശൊക്കെ പെന്തക്കോസിന് കൊടുത്തപ്പോൾ സഭയും വിട്ടു, ഒക്കെ വിട്ടു. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു പോരാട്ടത്തിന് പോകരുത്. ഇതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഒരു ദൈവപൈതലിന് ചില കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ മുൻകൂട്ടി ദൈവാത്മാവ് അവനെ ശക്തിപ്പെടുത്തുകയാണ്. നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട. കാരണം ഇതൊന്നും നിനക്ക് വരുന്നത് യാദൃച്ഛികമായിട്ടല്ല, ഇതൊക്കെ നിനക്ക് വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി എനിക്കറിയാം എന്ന് പറഞ്ഞ് വിശ്വാസികളെ ബലപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അത് പ്രാർത്ഥിച്ചതുകൊണ്ട് 11 ദിവസമാക്കാനോ 9 ദിവസമാക്കാനോ നമുക്ക് സാധിക്കില്ല. അത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചൊരു ഡേറ്റാണ് ഈ 10 ദിവസം എന്നുള്ളത്. പിശാച് ചിലരെ തടവിലാക്കാൻ പോവുകയാണ്. പിശാച് തികച്ചും ദോഷം ചെയ്യാൻ വേണ്ടി തന്നെയാണ് തടവിലാക്കാൻ പോകുന്നത്. പക്ഷേ
ആ പിശാചിൻ്റെ ദോഷം പോലും ഇവർക്ക് നന്മയ്ക്കായിട്ടാണ് തീരുന്നത്. കാരണം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ഞാൻ തരും. ഈ സ്മർണാസഭയിലെ വിശ്വാസികൾക്ക് ദൈവത്തിന് ജീവകിരീടം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ജീവകിരീടം ഈ സഭയിലെ വിശ്വാസികൾക്ക് കൊടുക്കണം. എന്നാൽ വെറുതെ അങ്ങ് കൊടുക്കാൻ സാധിക്കുകയില്ല. അവർ വിശ്വസ്തരാണോ, മരണപര്യന്തം ഇവർ വിശ്വസ്തരായിട്ട് നിലനിൽക്കുമോ എന്ന് ദൈവത്തിന് ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് പിശാചിനെയും മറ്റ് പല പീഡനങ്ങളെയും ദൈവം എന്ത് ചെയ്യുകയാണ്? അനുവദിക്കുകയാണ്. അപ്പോൾ ഈ തടവ്, ഈ കഷ്ടത, ഈ ദാരിദ്ര്യം, സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണം, ഇതൊക്കെ നന്മയ്ക്കായിരുന്നു. എന്തിനു വേണ്ടി? ഇതിലൂടെ ഇവരുടെ വിശ്വസ്തത തെളിയിക്കപ്പെട്ടാൽ ഇവർക്ക് ജീവകിരീടം ലഭിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും പ്രവാചകൻ എന്ന് പേരെടുത്ത ഒരാൾ പറയുകയാണ് നീ ബന്ധനത്തിലാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണോ? രക്ഷയിലേക്ക് വരാത്ത ഒരു വ്യക്തിയോട് നീ ബന്ധനത്തിലാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അവൻ ഓൾറെഡി ബന്ധനത്തിലാണ്, സംശയമില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീർന്നു, സഭയിൽ വർഷങ്ങളായിട്ട് പോകുന്നു, ആ വ്യക്തിയോട് വേറെ ആൾ പറയുകയാണ് നീ ബന്ധനത്തിലാണ്, വിടുതൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് അംഗീകരിക്കുക? കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആടുകളെ പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ ഈ സത്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ ആരെങ്കിലും കാതിൽ പറയുകയാണ് ബന്ധനമാണ്, കെട്ടാണ് എന്ന് പറഞ്ഞാൽ പലർക്കും പിന്നെ വചനമൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ബന്ധനത്തിലാണ്, ഇനി ആരെനിക്ക് വിടുതൽ തരും എന്നുള്ള ചിന്തയാണ്. ഇനി അതിൽ നിന്ന് വിടുതൽ കിട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഭാഗികമായിട്ട് വിടുതൽ കിട്ടി, കുറേ കിട്ടിയിട്ടില്ല, ഇനി ശേഷിക്കുന്നതിൻ്റെ വിടുതൽ എങ്ങനെ കിട്ടും? അതിനായിട്ടുള്ളൊരു ശുശ്രൂഷകൻ എവിടെയാണുള്ളത്? അതിനായിട്ടുള്ള നെട്ടോട്ടം. ഇങ്ങനെ പലരും ജീവിതകാലം മുഴുവൻ ബന്ധനവും അതിൽ നിന്നുള്ള വിടുതൽ കിട്ടാൻ വേണ്ടി പ്രവാചകരെന്ന് പറയുന്നവരെ ആശ്രയിക്കുന്നൊരു സ്വഭാവവും ഇന്ന് കാണാം. ഇത് തികച്ചും വചനത്തിന് വിരുദ്ധമാണ്. തീർച്ചയായിട്ടും സഭയിൽ അപ്പസ്തോലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, രോഗശാന്തി ശുശ്രൂഷക്കാരുണ്ട്. ഉള്ളതിനെ നമുക്ക് നിഷേധിക്കുവാൻ അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നത് പാപമാണ്. അത് യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാരെയും ഉപദേശകന്മാരെയൊക്കെ സഭയുടെ ആത്മീക വർധനയ്ക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് മനുഷ്യരെ കൊടുക്കുന്ന ചില അവസ്ഥയാണ് പറയുന്നത്. ഇത് ക്രിസ്തുവിൽ നിന്നും അവിടുത്തെ വചനത്തിൽ നിന്നും ജനത്തെ തെറ്റിക്കാനായിട്ട്, അവരിലേക്ക് തന്നെ ജനത്തിൻ്റെ ശ്രദ്ധ പിടിച്ച് പറ്റുവാനായിട്ട് നിങ്ങളെക്കാൾ വലിയൊരു ശുശ്രൂഷ എനിക്കുണ്ട്, ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നിങ്ങളൊക്കെ ബന്ധനത്തിലാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര വെളിപ്പാടും ദർശനമാണല്ലോ, എന്നെപ്പോലെ നിസ്സാരക്കാരനൊന്നല്ല, ശരി എൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞു തന്നു, ഞാൻ ബന്ധനത്തിലാണ്, വെറുതെ അല്ലേ ഈ കഷ്ടവും പ്രയാസമൊക്കെ, ഞാൻ ബന്ധനത്തിലാണല്ലേ. പ്രിയമുള്ളവരെ, ഒരാൾ നമ്മോട് ബന്ധനത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബന്ധനത്തിലാകുമോ? നീ ബന്ധനത്തിലാണെന്ന് ഒരാൾ പറഞ്ഞ് നമ്മളെങ്ങനെ ബന്ധനത്തിലാകും? ഇനി നമ്മളോട് നാം ബന്ധനത്തിലാണെന്ന് പറയുവാൻ അധികാരമുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. നമ്മളോട് നാം സ്വതന്ത്രരാണെന്ന് പറയാൻ അധികാരമുള്ള ഒരേ ഒരുവൻ യേശുവാണ്. യേശു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പ്രഖ്യാപിച്ചത് തന്നെയാണ്. എന്നാൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നാം ഇനി ഒരു രീതിയിലും ബന്ധനത്തിലാകുന്നില്ല, എന്നാൽ പാപം ചെയ്താൽ ബന്ധനത്തിലാകും. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ശിഷ്യനോ ആര് തന്നെയാകട്ടെ, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ ദാസനാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയല്ലേ വിശ്വാസിയല്ലേ എന്ന് പറഞ്ഞ് പാപത്തിൽ ജീവിച്ചാലോ അവൻ ബന്ധനത്തിലാണ്. ആ ബന്ധനത്തെ മാറ്റുവാൻ ഒരു വിടുതൽ ശുശ്രൂഷകന് സാധിക്കുകയില്ല. ഒരു വിശ്വാസി പാപം ചെയ്ത് ബന്ധനത്തിൽ അകപ്പെട്ടാൽ 3 ദിവസം ഉപവസിച്ചിട്ടോ ഒരു പ്രത്യേക ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ടോ അവന് വിടുതൽ കിട്ടുന്നില്ല. അവൻ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് യഥാസ്ഥാനപ്പെടുമ്പോഴാണ് അവന് വിടുതൽ കിട്ടുന്നത്. യെരമ്യാ 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവിധം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നവൻ, സ്വന്തം രക്തം തന്നവൻ, നമ്മളെ സകല ശാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് സ്വാതന്ത്ര്യം തന്നവൻ, ആ കർത്താവിന് നമ്മെക്കുറിച്ചിട്ടുള്ള പദ്ധതി ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ്, ശുഭകരമായ നിരൂപണങ്ങളാണ്. അതുകൊണ്ട് നാം വഞ്ചിക്കപ്പെടരുത്. പിന്നെ പലരും ഇങ്ങനെ പ്രവചിക്കുന്നത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. പലർക്ക് യഥാർത്ഥ ക്രിസ്തീയ മാർഗം എന്താണ്, പൂർണ്ണ സുവിശേഷം എന്താണ് പലർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ചിലർ വ്യാജമായി പ്രവചിക്കുന്നത് അവരുടെ വൈരാഗ്യം നമുക്ക് തോന്നരുത്. അവർ തന്നെ യഥാർത്ഥ പാഠം
ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് തോന്നുന്നത് കഷ്ടതയിൽ കഴിയുന്നവരൊക്കെ ബന്ധനത്തിലാണ്. മനുഷ്യൻ എങ്ങനെയാണ് ഒരുവനെ ബന്ധനത്തിൽ ആണെന്ന് എങ്ങനെയാണ് മനുഷ്യൻ ചിത്രീകരിക്കുന്നത്? ഒരുവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, ഒരുവന് രോഗമുണ്ടോ, ഒരുവന് വീട് ഇല്ലാത്ത അവസ്ഥയാണോ, ഇതൊക്കെ കണ്ടിട്ടാണ് ബന്ധനം എന്ന് പറയുന്നത് അല്ലേ? നല്ല ജോലി, സുഖകരമായ ജീവിതം, നല്ലവണ്ണം കാശ്, ആരാധനയ്ക്ക് കാറിൽ വരുന്നൊരു വിശ്വാസിയെ നോക്കിയിട്ട് സാധാരണ ആരും നീ ബന്ധനത്തിലാണെന്ന് പറയില്ല, പറയോ? എന്നാൽ കടം, ഞെരുക്കം, ഇത് ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് ബന്ധനത്തിലെന്ന് പറയുള്ളൂ. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനായിട്ടുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ്. കാരണം നാം ഇങ്ങനെയുള്ള വ്യാജ പ്രവചനങ്ങൾ കേട്ട് ഞാൻ ബന്ധനത്തിലാണെന്ന് ചിന്തിച്ചാൽ ഈ വചനത്തിലുള്ള യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സത്യം നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പല ടെക്നിക്കുമായിട്ട് വരും. കാരണം നീ ഇപ്പം നിരാശപ്പെട്ടിരിക്കുകയല്ലേ, നിനക്ക് പരാജയം വന്നില്ലേ, നിനക്ക് മറ്റുള്ളവരുടെ അത്ര പണവുമില്ല, പലതുമില്ല, അതുകൊണ്ട് നീ ബന്ധനത്തിലാണ്. അപ്പോൾ ഇവന് വചനം അറിഞ്ഞില്ലെങ്കിൽ ഇവനത് അംഗീകരിക്കും. ഒരു ക്രിസ്തു ശിഷ്യന് കഷ്ടതയുണ്ട്, ഞെരുക്കം വരാം, ദാരിദ്ര്യം വരാം, എല്ലാ ബുദ്ധിമുട്ടുകളും വരാം. അതിൻ്റെ എല്ലാ ഉദ്ദേശവും ഇതാണ്. ജീവകിരീടം ദൈവം അവന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവ സ്വഭാവം അവനിലൂടെ വെളിപ്പെടണം. അതിന് ദൈവം അവരെ ശിക്ഷണത്തിന് വിധേയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി. ഇപ്പോൾ പന്നിയുടെ കൂട്ടത്തിലാണ്, പട്ടിണിയാണ്. പക്ഷേ ആരെങ്കിലും ആ സാഹചര്യത്തിൽ അവനെ സഹായിക്കാനായിട്ട് നിന്നാൽ, ഈ പന്നിയുടെ കൂട്ടത്തിൽ നീ ഇനി പട്ടിണി കിടക്കണ്ട, ഞാൻ നിനക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുന്നു തരാമെന്ന് പറഞ്ഞ് ഒരാൾ അവന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുമോ? അവനും ബോധ്യമായി എന്തായാലും കുഴപ്പമില്ല, ഭക്ഷണം 3 നേരം കിട്ടുന്നുണ്ടല്ലോ, ഇത് തന്നെ മതി, പന്നിയുടെ കൂട്ടത്തിൽ കിടക്കാം. പലരും ഇങ്ങനെ പാപം ചെയ്ത് പന്നിയുടെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ അവരെ സഹായിക്കുന്നത് വലിയ അബദ്ധമാണ്. കാരണം ദൈവം അവരെ ശിക്ഷണത്തിൻ്റെ മാർഗത്തിലൂടെ കൊണ്ടുപോവുകയാണ്. കാരണം അവർക്ക് മാനസാന്തരം വരണമെങ്കിൽ ആ കഷ്ടത കൂടിയേ പറ്റൂ. അപ്പോൾ അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ പ്രത്യേക ശിക്ഷണത്തിന് വിധേയമാക്കുന്നവരെ നമ്മൾ സഹായിക്കാൻ പോയാൽ അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനെ താമസിപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം ആരെയും ഇനി സഹായിക്കേണ്ട എന്നല്ല, ഇനി ആരെയും സഹായിക്കേണ്ടത്. കാരണം നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ, ഒരു വിശ്വാസി ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവം തന്നെ അവനെ ശിക്ഷണത്തിന് വിധേയമാക്കുകയാണോ? എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് സഹായിക്കാം. ഓക്കെ, അപ്പോൾ ദൈവം തന്നെ നമ്മളെ ശിക്ഷണത്തിന് വിധേയമാക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് തരണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇന്ന് എന്തെല്ലാം വന്നാലും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. എൻ്റെ കർത്താവ് എനിക്ക് നന്മയ്ക്കായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളതെല്ലാം വചനം പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഇപ്പോൾ നിങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ, ഇടുക്കം, ഞെരുക്കം, ഇതൊക്കെ ദൈവത്താൽ നിയന്ത്രിതമാണെന്നുള്ള സത്യം അംഗീകരിക്കുക. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം നമ്മൾ ഇനി രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കരുത് എന്നല്ല. പ്രയാസം വരുമ്പോൾ ഒരു ദേവദാസൻ്റെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതൊന്നും തെറ്റല്ല. പക്ഷേ ഈ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചില അഭ്യസനത്തിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോവുകയാണ്. ഞാൻ ശിക്ഷണത്തിന് ഇപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പഠനം എനിക്ക് ഇനി ആരും ദോഷം ചെയ്യുകയില്ല. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ദോഷം ചെയ്യാനായിട്ട് മുതിർന്നാൽ എൻ്റെ നന്മയ്ക്കായിട്ട് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സാക്ഷിയായി മണ്ണിലെന്നും നീവിടും, നല്ല ദാസായെന്ന സ്വരം ഞാൻ ശ്രവിച്ചിടും. എൻ ശിരസിൽ വാടാമുടി നാദം ചൂടിടും, എൻ ശിരസിൽ വാടാമുടി നാദം ചൂടിടും. പളുങ്കടൽ തീരത്തു ഞാൻ ചെന്നു ചേരുമ്പോൾ പിന്നെ മൺമറഞ്ഞ പേര് ഞാനൊന്ന് കണ്ടിടും. വചനം അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച താങ്കൾക്ക് എന്ത് കിട്ടി? കുറെ കടബാധ്യത, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ,
ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? നല്ലോണം എൻ്റെ കൂടെ ഇറങ്ങി വാ, അപ്പോൾ കാര്യം മനസ്സിലാവും എനിക്ക് ലഭിച്ചത് എന്താണെന്ന്. വചനങ്ങളെ നിഷേധിക്കുന്ന സഹോദര, തൻ്റെ കുരിശെടുത്ത് പിന്നാലെ വരവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ട നിത്യജീവൻ കർത്താവ് എനിക്ക് നിത്യജീവൻ തന്നിട്ടുണ്ട്. പണമോ ബാക്കിയുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം